ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കാസർഗോട്ടെ പെരുന്നാളപ്പവും അതുപോലെ പെരുന്നാൾ വിശേഷങ്ങളുമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാസർഗോഡൊക്കെ ഇങ്ങനെ നോമ്പ് ഒരു 20 കഴിയുമ്പോൾ തന്നെ പെരുന്നാൾ അടുക്കും തോറും ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത് കേടാവില്ല, നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ കാസർഗോഡ് മസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. കൂടുതൽ വീട്ടിലും ഉണ്ടാക്കി വെക്കാറുണ്ട്. അതുപോലെ വരുന്നവർക്കൊക്കെ ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ പേര് ചട്ടിപ്പത്തൽ എന്നാണ് കേട്ടോ. ബാട്ടിപ്പത്തൽ എന്നും പറയുന്നുണ്ട്, ചട്ടിപ്പത്തൽ എന്നും പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ചട്ടിപ്പത്തൽ എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് മസാലയൊന്നും ചേർക്കാതെയും ചെയ്യാറുണ്ട്, അതുപോലെ മസാല ചേർത്തിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത് ചട്ടിപ്പത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് മുമ്പ് തന്നെ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നവരത് നോക്കിക്കോളൂ. അപ്പോൾ കാസർഗോഡ് ഒരുപാട് പേര് ഇതുപോലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത്രയും തിന്നായിട്ട് നമ്മളിങ്ങനെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതായിരുന്നു ഇത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങൾ കൂടുതൽ ചെയ്യാറുള്ള അപ്പമാണ് ഈ ഒരു കടല കാച്ചിയ. കാസർഗോഡ് സ്ലാങ്ങിൽ കടലാച്ചിയ എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ചന്നാദാൾ വെച്ചിട്ടാണ് ഈ ഒരു അപ്പം. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ പേര് പൊരിയപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം അകത്ത് മധുരമാണ്. അപ്പോൾ ഈ ഒരു പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നത് ശർക്കരയും തേങ്ങയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ ഒരു ബോൾസ്. എന്നിട്ടിത് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അകത്ത് സോഫ്റ്റും അതുപോലെ പുറം ഭാഗം ക്രിസ്പിയും അകത്ത് ചെറിയൊരു മധുരവും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. കാസർഗോഡ് ഉള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ കാസർഗോഡ് നിന്ന് പുറത്തുള്ളവരൊക്കെ ഇങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ടോ? അതുപോലെ നിങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പെരുന്നാളിന് സാധാരണ വരുന്നവർക്കൊക്കെ എന്താണ് കൊടുക്കാറുള്ളത്? പെരുന്നാളിന് ഇങ്ങനെ വീട്ടിലോട്ട് എല്ലാവരും വരുന്നതും ബന്ധുക്കളും അതുപോലെ അടുത്ത വീട്ടുകാരൊക്കെ പെരുന്നാളിന് വീട്ടിലോട്ട് വരുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുന്നത്, അതൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാസർഗോഡൊക്കെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇതുപോലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്തവരൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്, ബേക്കറിയിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ കുറേ പേരിങ്ങനെ ഹോം മെയ്ഡായിട്ട് സെയിൽ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് ഉച്ചക്ക് അങ്ങനെ പുറത്തു നിന്നൊന്നും അങ്ങനെ അധികം ആരും കഴിക്കാനുണ്ടാകാറില്ല. അപ്പോൾ ഉച്ചക്ക് നമ്മൾ ചെയ്യാറുള്ള പോലെ ഗീ റൈസ്, ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി, ഡെസേർട്ട് അല്ലെങ്കിൽ ബിരിയാണി ഡെസേർട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. കൂടുതലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാസർഗോഡ് പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യാൻ കാരണം, അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പൊരിയപ്പം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ പേരാണ് ബലയപ്പം. അപ്പോൾ ഇത് എന്താ പറയുക, മാവ് കുറച്ച് ലൂസാക്കിയിട്ട് ഇങ്ങനെ വലിച്ച് ചുറ്റിച്ചാണിത് റൗണ്ട് ഇങ്ങനെ സർക്കിൾ പോലെ ഇങ്ങനെ മാവ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള. ഇത് പൊതുവേ കാസർഗോഡ് കുറവാണ് കേട്ടോ, മഞ്ചേശ്വരം ആ ഒരു ഭാഗത്താണ് ഇത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇനിയും എത്ര അപ്പങ്ങൾ, പല രീതിയിലുള്ള അപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. കുഴലപ്പം അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് അപ്പങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല, നല്ല മെനക്കെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നോമ്പും എടുത്തിട്ട് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ആയിരിക്കും ഇങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ഒരാഴ്ച മുന്നേ തന്നെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കെടും. അപ്പോൾ നമുക്കങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറേ ദിവസം വേണ്ടി വരും. അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുമുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നല്ല മെനക്കെടേണ്ടി വരും. അപ്പോൾ ഓൾറെഡി മുമ്പ് ചെയ്തതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് തന്നെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്.
പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ പേരാണ് നെയ്ക്കോല് എന്ന്. അപ്പോൾ നെയ്ക്കോല് എന്നുള്ള പേര് വരാൻ കാരണം ഇത് നെയ്യിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. പിന്നെ കുറേ പേര് അങ്ങനെ നെയ്യ് ഒരുപാട് ചേർക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഡാൽഡയും ആഡ് ചെയ്യാറുണ്ട്. ഡാൽഡ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്, നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാടുണ്ട് കേട്ടോ പെരുന്നാളപ്പം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാത്തതിൻ്റെ അപ്പത്തിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ചെയ്തതിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാസർഗോഡ് പെരുന്നാളപ്പത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പെരുന്നാളിന് മാത്രമല്ല കേട്ടോ, ഈ ഒരു അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്